ശ്രീത്ത് 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി പരിചയം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള എനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷങ്ങൾ വന്നിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം എൻ്റെ വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തിയ അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച് ജില്ലയിൽ ജീവിച്ചിരുന്ന ഒരേ ഒരാളായി എനിക്ക് ഒരു ക്ഷണപ്പത്ത് പോലും നൽകിയില്ല. എൻ്റെ അച്ഛനെ അവർ അധിക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്ത് ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ ഞാൻ പാർട്ടിയിൽ തുടരുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനത്തിലെ MV ഗോവിന്ദൻ്റെ ഒരു പ്രതികരണവും. അതിനാണോ മാധ്യമപ്രവർത്തകർ ചിരിക്കുന്നതെന്ന് അറിയില്ല. മാധ്യമപ്രവർത്തകർ ചിരിക്കുന്നുണ്ട്, പക്ഷേ അതിനുള്ള പ്രതികരണമാണോ എന്നറിയില്ല. അതിൽ കൂടി വ്യക്തത വരുത്താൻ പക്ഷേ ശ്രീത്തിന് പറ്റിയേക്കും. ശ്രീത്ത്, ഇത് പെട്ടെന്ന് ഒരു MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിലുള്ള പ്രതിഷേധമല്ല. കഴിഞ്ഞ കുറേ അധികം നാളുകളായി പരോക്ഷമായും അല്ലാതെയും ഒക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന G. സുധാകരൻ പുറത്തേക്ക് എന്നുള്ള തീരുമാനം എടുത്തു പറയുന്നതാണത്. ശ്രീത്ത്, ഹാഷ്മി, G. സുധാകരനെ പോലൊരു നേതാവ് 6.5 പതിറ്റാണ്ട് കാലത്തെ പാർട്ടി ബന്ധം, പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു തീരുമാനം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കുന്നത് കേവലം ഏതെങ്കിലും പെട്ടെന്നെടുത്തൊരു തീരുമാനമായി കരുതാൻ കഴിയില്ല. അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചെടുത്ത ഒരു തീരുമാനമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രൊവക്കേഷനായി, പ്രകോപനമായി മാറിയത് മാർച്ച് 1 MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണമാണ്. ഞാനാണ് ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്, G. സുധാകരനെ സ്ഥാനാർത്ഥി പരിഗണിക്കുമോ എന്ന്. അപ്പോൾ എവിടെയും ഒന്നും പരിഗണിക്കുന്നില്ല എന്നുള്ള പെട്ടെന്നുള്ള ഒരു മറുപടിയാണ്, അത് ദ്രുതഗതിയിലുള്ളൊരു മറുപടിയാണ് ഈ MV ഗോവിന്ദനിൽ നിന്ന് വന്നത്. അപ്പോൾ ആ ചോദ്യത്തിനോടുള്ള പെട്ടെന്നുള്ള മറുപടിയാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ ചിരിയുണർത്തിയത്. ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ G. സുധാകരൻ്റെ കാര്യത്തിൽ ഇത്തരം ഒരു മറുപടി വന്നത് അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരെ അടക്കം അമ്പരപ്പിച്ചിരുന്നു. കാരണം സുധാകരനെ പോലെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നേതാവിനെ, SFIയുടെ സ്ഥാപക സംസ്ഥാന പ്രസിഡന്റ്, പിന്നീട് സെക്രട്ടറി, അത്തരത്തിലുള്ള വലിയ പദവികൾ വഹിച്ചിട്ടുള്ള, തുടക്കം മുതലേ വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ്. മാത്രമല്ല, G. സുധാകരന്റെ അനുജൻ പാർട്ടിക്ക് വേണ്ടി ചോര ചിന്തി മരിച്ച G. ഭുവനേശ്വരനാണ്. അങ്ങനെ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന സുധാകരന് നേരെ ഇത്തരം ഒരു പരാമർശം വരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അവിടെ നെറ്റിച്ചുളിച്ചിരുന്നു. എന്തായാലും അത് സുധാകരനും അത് വളരെ വ്യക്തിപരമായി വേദന ഉണ്ടാക്കിയ ഒന്നാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാവുകയാണ്. എന്തായാലും പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം ആ മെമ്പർഷിപ്പ് ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു, പാർട്ടിയുമായുള്ള ഔദ്യോഗികമായ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നു എന്നതിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് സുധാകരൻ 6.5 പതിറ്റാണ്ട് കാലത്തെ ബന്ധം ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തേക്ക് കടക്കുന്നു. ഇനി അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഒരുപക്ഷെ തുടരാമായിരിക്കും, എങ്കിലും പാർട്ടിയുമായുള്ള ഔദ്യോഗിക ബന്ധം അദ്ദേഹം അവസാനിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹാഷ്മി, G. സുധാകരന്റെ സഹോദരൻ ഞാൻ പഠിച്ച മന്ദലംകൊള്ളയിലെ രക്തസാക്ഷിയാണ്. നമ്മളൊക്കെ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചുള്ള രക്തസാക്ഷിയാണ് ശ്രീത്ത്. അതുമാത്രമല്ല ശ്രീത്ത്, G. സുധാകരൻ ശരിയാണ്, അദ്ദേഹം ചിലപ്പോൾ മുഖം നോക്കാതെ മറുപടി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കടുത്ത ദേഷ്യത്തിൽ പ്രതികരിച്ചേക്കാം. ഇപ്പോൾ എൻ്റെ ഒരു വാർത്താ പ്രതികരണത്തിന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശബ്ദം ഗർഭം കലക്കുകളെ പോലുള്ള ശബ്ദമാണ് എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള കടുത്ത പ്രതികരണം നടത്തിയിരിക്കാം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് കറപുരളാത്ത നേതാവാണ്, അങ്ങേയറ്റം ഇൻറ്റഗ്രിറ്റിയുള്ള നേതാവാണ്. മന്ത്രിയായിരുന്ന കാലത്ത് ആ വകുപ്പിനെ ഏത് രീതിയിൽ ചടുലമായി, അഴിമതിരഹിതമായി ചലിപ്പിക്കണം എന്ന് തെളിയിച്ച് പ്രൂവ് ചെയ്ത നേതാവാണ്. അപ്പോൾ ആ നേതാവിനെ ഒന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയാൻ CPM പറ്റുമോ ശ്രീത്? ഹാഷ്മി, G. സുധാകരനോളം പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് സംഘടനാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും അറിവും പാണ്ഡിത്യമുള്ളൊരു നേതാവ് ആലപ്പുഴ ജില്ലയിൽ വേറെയില്ല. VS അച്യുതാനന്ദന്റെ നിര്യാണത്തോടെ കമ്മ്യൂണിസ്റ്റ് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിച്ചിരിക്കുന്ന നേതാക്കൾ ഒരാളായി G. സുധാകരൻ ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ G. സുധാകരനെ പോലെ ജനകീയ ബന്ധമുള്ള ഒരു നേതാവിനെ, അത് പാർട്ടിയുടെ സൈദ്ധാന്തികമായ കാര്യങ്ങളിലാണെങ്കിലും സംഘടനാപരമായ പ്രായോഗികതയിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ അറിവും പാണ്ഡിത്യമുള്ള ആളാണ് G. സുധാകരൻ. അപ്പോൾ അത്തരമൊരു നേതാവിനെ അവഗണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് പോവുക CPM-നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അതുകൊണ്ടാണ് നേരത്തെ അശ്വിൻ പാലാടി റിപ്പോർട്ട് ചെയ്ത പോലെ ചില അനുനയ നീക്കങ്ങളൊക്കെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി R. നാസറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്നാൽ അത് എത്രത്തോളം ഫലം കാണുമെന്ന് അറിയില്ല. കാരണം സുധാകരനെ പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 6.5 പതിറ്റാണ്ട് കാലത്തെ അനുഭവ പാരമ്പര്യമുള്ള ഒരു നേതാവ് മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി കാലത്ത് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചാൽ അതിനർത്ഥം അദ്ദേഹം പെട്ടെന്ന് ആലോചിച്ചെടുത്ത തീരുമാനമല്ല, മറിച്ച് അദ്ദേഹം കുറച്ച് കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും ചർച്ചകളുണ്ട്. അതിൻ്റെ ഏറ്റവും പെട്ടെന്ന് G. ഭുവനേശ്വരൻ ആയിരുന്നു G. സുധാകരന്റെ സഹോദരൻ, മന്ദലംകൊള്ളയിലെ രക്തസാക്ഷിയാണ്. അപ്പോൾ അങ്ങനെ രക്തസാക്ഷി കുടുംബത്തിൽ വരുന്ന ഒരാൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇൻ്റഗ്രിറ്റി ഉള്ളൊരു നേതാവ്. ആ നേതാവാണ്
ദീർഘനാളായി തുടരുന്ന അവഗണനയിൽ എനിക്ക് മടുത്തു, ഞാൻ ഈ മെമ്പർഷിപ്പ് ഒതുക്കുന്നില്ലെന്ന അർത്ഥത്തിൽ പറഞ്ഞു. നാളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അത് ജി സുധാകരൻ ആയതുകൊണ്ട് തന്നെ കടുത്ത പ്രതികരണം നടത്തേക്കാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പ്രശ്നപരിഹാരത്തിനുള്ള സമവായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.